ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. നമ്മൾ ഇന്ന് സോഷ്യോളജി ഓഫ് ഇന്ത്യയിലെ സെക്കൻഡ് യൂണിറ്റിലേക്കാണ് കടക്കുന്നത്. സെക്കൻഡ് യൂണിറ്റ് കൊളോണിയൽ ഡിസ്കോഴ്സ്. കൊളോണിയൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ബ്രിട്ടീഷ് ഭരണകൂടത്തെ പറയുന്ന പേരാണ് കൊളോണിയൽ. അപ്പം നമ്മളുടെ സോഷ്യോളജി ഓഫ് ഇന്ത്യയിലെ സെക്കൻഡ് യൂണിറ്റാണ് കൊളോണിയൽ ഡിസ്കോഴ്സ്. എന്താണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നത് എന്ന് ആദ്യം നമുക്ക് ഇൻട്രഡക്ഷൻ നോക്കാം. Their understanding of Indian society and its structure is largely based on their study of classical text and literature such as Veda, Upanishads and the Puranas. അതായത് their understanding of Indian society, ഇന്ത്യൻ സമൂഹം എന്താണ് ഇവിടെ മനസ്സിലാക്കുന്നത്? Their understanding of Indian society and its structure is largely based on, ഇന്ത്യൻ സമൂഹത്തിന്റെ ഘടന ഇവിടെ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്? ക്ലാസിക്കൽ ടെക്സ്റ്റുകളായിട്ടുള്ള ഏതൊക്കെയാണ്? ലിറ്ററേച്ചറിനെയും വേദങ്ങളെയും ഉപനിഷത്തിനെയും പുരാണത്തെയും അടിസ്ഥാനപ്പെടുത്തിയതാണ്. ഇന്ത്യൻ സമൂഹത്തിന്റെ ഘടന എന്തിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്? ഏതൊക്കെ ടെക്സ്റ്റുകളുമായിട്ട് അടിസ്ഥാനപ്പെടുത്തിയതാണ് അവിടെ പറയുന്നത്? അതായത് ഇന്ത്യൻ സമൂഹത്തിന്റെ ഘടന എന്തിനൊക്കെ ബേസ് ചെയ്യുന്നുണ്ട്? ക്ലാസിക്കൽ ടെക്സ്റ്റുകൾ. ഏതൊക്കെയാണ് ക്ലാസിക്കൽ ടെക്സ്റ്റ്? ലിറ്ററേച്ചറും വേദാസും ഉപനിഷത്തും അതേപോലെ തന്നെ പുരാണാസ്. ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ സൊസൈറ്റിയുടെ സ്ട്രക്ചർ നിലനിൽക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഏകദേശം രൂപം മനസ്സിലായി. ബ്രിട്ടീഷ് ഭരണകാലം തൊട്ട് തന്നെ ഇന്ത്യൻ സൊസൈറ്റി എന്തെല്ലാം ടെക്സ്റ്റുകളെ, ഏതൊക്കെ ക്ലാസിക്കൽ ടെക്സ്റ്റുകളെയാണ് ഫോളോ ചെയ്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. വേദങ്ങളെയും പുരാണങ്ങളെയും ഉപനിഷത്തുകളെയും അതേപോലെ തന്നെ ലിറ്ററേച്ചറിനെയൊക്കെ ഇന്ത്യൻ സമൂഹം ഫോളോ ചെയ്തിരുന്നു എന്നാണ് അവിടെ ഇൻട്രഡക്ഷനിലൂടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ദ കൊളോണിയൽ പെർസ്പെക്റ്റീവ്, കോളനിവൽക്കരണത്തിന്റെ കാഴ്ചപ്പാടുകൾ. ദ കൊളോണിയൽ പെർസ്പെക്റ്റീവ്. ശ്രദ്ധിക്കുക, എന്താണ് കൊളോണിയൽ പെർസ്പെക്റ്റീവ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. N.B. Halhed presented first combination of Hindu ധർമ്മശാസ്ത്ര. N.B. ഹാൽഹെഡ് ആണ് ആദ്യമായി ഹിന്ദു ധർമ്മശാസ്ത്രത്തെ കുറിച്ച് പ്രസന്റ് ചെയ്തത്. അപ്പൊ ഹിന്ദു ലിറ്ററേച്ചർ ആയിട്ടുള്ള ധർമ്മശാസ്ത്രത്തെ കുറിച്ച് 1776 N.B. ഹാൽഹെഡ് ആണ് ഫസ്റ്റ് പ്രസന്റ് ചെയ്തത്. അതിനുശേഷം വില്യം ജോൺസ്, കോൾബ്രോക്ക്, അതർ സ്കോളേഴ്സ് who did notable work on India. ഈ N.B. ഹാൽഹെഡിന് ശേഷം പിന്നെ ആരൊക്കെയാണ് ഇത് പരിശോധിച്ചത്? കോൾബ്രോക്കും വില്യം ജോൺസും. വില്യം ജോൺസ് ആൻഡ് കോൾബ്രോക്ക്, the other scholars who did notable work on India. അപ്പോൾ ആദ്യമായിട്ട് ഹിന്ദു ധർമ്മശാസ്ത്രത്തെ കുറിച്ച് വിശകലനം ചെയ്തത്, പ്രസന്റ് ചെയ്തത് ആരാണെന്ന്? N.B. ഹാൽഹെഡ് ആയിരുന്നു 1776. അതിനുശേഷം വില്യം ജോൺസും കോൾബ്രോക്കും ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ധർമ്മശാസ്ത്രം പോലെയുള്ള പുരാണ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ H.H. Risley, under whom first census of India 1872 took place, the J.H. Hutton last census commissioner. അതായത് H.H. റിസ്ലി ഇവിടെ ഈ ധർമ്മശാസ്ത്രമൊക്കെ പോലെയുള്ള പുരാണങ്ങളൊക്കെ പരിശോധിക്കുന്ന ടൈമിൽ ഇന്ത്യയിൽ എന്ത് നടക്കുന്നുണ്ടായിരുന്നു? ഫസ്റ്റ് സെൻസസ് ഓഫ് ഇന്ത്യ. അപ്പോൾ H.H. റിസ്ലി ആണ് ആദ്യത്തെ ഇന്ത്യയുടെ 1872 ആണ് ആദ്യത്തെ ഇന്ത്യയുടെ സെൻസസ് നടന്നത്. അന്ന് ആരാണ് അതിന് നേതൃത്വം വഹിച്ചത്? H.H. റിസ്ലി. എന്താണ് സെൻസസ് പറഞ്ഞാല്? 10 വർഷം കൂടുമ്പോൾ ജനസംഖ്യയെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്നതാണ് സെൻസസ്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം
ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തപ്പെട്ടത് എന്നാണ്? 1872 അതിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരാണ്? എച്ച് റിസ്ലി. അന്നത്തെ സെൻസസ് കമ്മീഷണർ ആയിട്ട് അറിയപ്പെടുന്നത് ആരെയാണ് എന്നാണ് പറയുന്നത്? ജെ.എച്ച്. ഹട്ടൻ ആയിരുന്നു. മാത്രല്ല നിരവധി സ്കോളേഴ്സ് ഹെൽപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്ന്. ഹെൽപ്ഡ് ലേറ്റർ സ്കോളേഴ്സ് വിത്ത് ഡാറ്റ ലൈക്ക് ഈ ഡാറ്റകള് ഇന്ത്യയിലെ സെൻസസ് കളക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഡാറ്റകൾ ആവശ്യമാണ്. അപ്പൊ ഈ ഡാറ്റകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്കോളേഴ്സ് ആ കാലഘട്ടത്തിൽ സഹായിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. ആരൊക്കെയാണ്? മോർഗൻ, എം.സി. ലെനൻ, ലുബോക്ക്, ടെയ്ലർ, സ്ട്രൈക്ക് ആൻഡ് ഫ്രേസർ തുടങ്ങി ഒരുപാട് സ്കോളേഴ്സ് ഇന്ത്യയുടെ സെൻസസ് എടുക്കുന്നതിന് വേണ്ടി ഡാറ്റ കളക്ട് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കി തരുന്നത്. ഇപ്പൊ കൊളോണിയൽ പെർസ്പെക്റ്റീവ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും വെക്കണം. കാരണം ഇതിൽ വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ടീച്ചർ എഴുതിയിട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ early 19th century considerable literature by missionaries on Indian society like Claudius Buchanan, William Cray, William Ward, Sir John Shore, who were critical Hinduism and spread of Christianity. Early 19th century 19ാം നൂറ്റാണ്ടിൽ കൺസിഡറബിൾ ലിറ്ററേച്ചർ ബൈ മിഷനറി ഓൺ ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സമൂഹത്തില് ക്രിസ്ത്യൻ മിഷനറികളുടെ ക്രിസ്ത്യൻ മിഷനറികളുടെ ഒരു പരിവർത്തനം തന്നെ ഇവിടെ ഉണ്ടായി എന്നാ പറയുന്നത്, ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായി. early 19th century considerable literature by missionary on Indian society. ആരൊക്കെയാണ് അതിന് നേതൃത്വം വഹിച്ചത്? ക്ലാഡിയസ് ബുചാനൻ, വില്യം ക്രേ, വില്യം വാർഡ്, സർ ജോൺ ഷോർ തുടങ്ങി ആളുകള് ഏതിന് നേതൃത്വം വഹിച്ചു? സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി, ക്രിറ്റിക്സ് ഓഫ് ഹിന്ദുയിസം. ഹിന്ദുത്വത്തിനെ ക്രിസ്റ്റിസൈസ് ചെയ്യുന്നതിനും ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യുന്നതിനും 19ാം നൂറ്റാണ്ടിൽ ഒരുപാട് വിദേശ എഴുത്തുകാർ ഇവിടെ സാക്ഷ്യം വഹിച്ചു എന്നാണ് പറയുന്നത്. early 19th century considerable literature by missionary means Christian missionary. ക്രിസ്തു മതം, ഇവിടെ ക്രിസ്തു മതവും അതുമായി ബന്ധപ്പെട്ട ലിറ്ററേച്ചറൊക്കെ ഇവിടെ ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ ആരൊക്കെയാണ് ശ്രമിച്ചത്? ക്ലാഡിയസ് ബുചാനൻ, വില്യം ക്രേയെ, വില്യം വാർഡ്, സർ ജോൺ ഷോറെ തുടങ്ങിയവരൊക്കെ ശ്രമിക്കുകയും മാത്രമല്ല അവർ എന്തിനെ ക്രിറ്റിസൈസ് ചെയ്തു? ഹിന്ദുത്വത്തെ ക്രിറ്റിസൈസ് ചെയ്യുകയും ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ അടുത്ത ടോപ്പിക്ക് നമുക്ക് എന്താ എന്ന് നോക്കാം. ഇതുമായി ഈ കൊളോണിയൽ പെർസ്പെക്റ്റീവിൽ വരുന്ന ഒരു ടോപ്പിക് ഈ ഭാഗം തന്നെയാണ് കേട്ടോ ഈ എഴുതിയിട്ടുള്ളതും. ദ എംബസിസ് ഓഫ് ദ സ്റ്റഡീസ് വാസ് ഓൺ ഹൗ ടു ഗവേൺ ഇന്ത്യ ബെറ്റർ. എന്താണ് പറയുന്നത്? ഇന്ത്യയെ എങ്ങനെ മികച്ച രീതിയിൽ ഭരിക്കാം എന്നതിനെ കുറിച്ച് ചില പഠനങ്ങൾക്ക് ഊന്നൽ നൽകി. ഗവേൺ ഇന്ത്യ ബെറ്റർ, ഗവേൺ ചെയ്യാൻ എന്താ? ഭരിക്കുക. ഇന്ത്യ ബെറ്റർ, ഇന്ത്യയെ നല്ല രീതിയിൽ എങ്ങനെ ഭരിക്കാം എന്നതിനെ കുറിച്ച് പഠനങ്ങൾക്ക് ഊന്നൽ നൽകി. എന്തൊക്കെ പഠനങ്ങൾക്കാണ് ഊന്നൽ നൽകിയത് എന്ന് പോയിന്റ് ആയിട്ട് ടീച്ചർ എഴുതിയിട്ടിട്ടുണ്ട്. 3 പോയിന്റുകളാണ് അതില് പറയുന്നത്. അവിടെ ശ്രദ്ധിക്കൂ. ഇപ്പൊ എന്താണ് ഈ കൊളോണിയൽ പെർസ്പെക്റ്റീവിൽ വരുന്ന ഒരു ടോപ്പിക്, ഒരു ഭാഗം തന്നെയാണ്, ഇതിന്റെ ബാക്കി ഭാഗം തന്നെയാണ് ഇത് കേട്ടോ. ദ എംബസിസ് ഓഫ് ദ സ്റ്റഡീസ് വാസ് ഓൺ ഹൗ ടു ഗവേൺ ഇന്ത്യ ബെറ്റർ. ഇന്ത്യയെ എങ്ങനെ ഒരു മികച്ച രീതിയിൽ ഭരിക്കാം എന്നതിനെ കുറിച്ച് പഠനങ്ങൾ നടത്തി എന്നാ പറയണത്. ഫസ്റ്റ് വൺ, after the arrival of the British, knowledge of Indian society began to grow very rapidly from 1716 onwards. 1760 അതായത് ആഫ്റ്റർ ദ അറൈവൽ ഓഫ് ദ ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷം 1760 മുതൽ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചുള്ള അറിവ് വളരെ വേഗത്തിൽ വളരാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ
വരവിന് ശേഷം, അതാണ് ആഫ്റ്റർ ദ അറൈവൽ ഓഫ് ദ ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷം 1760 മുതൽ 1750 മുതൽ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചുള്ള അറിവ് വളരെ വേഗത്തിൽ എന്ത് ചെയ്യപ്പെടാൻ തുടങ്ങി, വളരാൻ തുടങ്ങി. അതാണ് ഒന്നാമതായിട്ട് ഇന്ത്യയെ എങ്ങനെ മികച്ച രീതിയിൽ ഭരിക്കാം എന്നതിന്റെ പഠനത്തിൽ പറയണത്. ഒന്നാമത്തെ പോയിന്റ് ആണ് ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷം 1760 മുതൽ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചുള്ള അറിവ് വളരെ വേഗത്തിൽ വളരാൻ തുടങ്ങി. സെക്കൻഡ് പോയിന്റ് ആണ് ഇന്ത്യൻ എക്കോണമി ആൻഡ് പോളിറ്റി ചേഞ്ച്ഡ് ട്രമൻഡസ്ലി. ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയും ഇന്ത്യൻ എക്കോണമി പറഞ്ഞാൽ എന്താ, സാമ്പത്തിക വ്യവസ്ഥ, ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയും പിന്നെന്താണ് പോളിറ്റി രാഷ്ട്രീയ വ്യവസ്ഥയും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. സെക്കൻഡ് പോയിന്റിൽ എന്താ പറയുന്നത്, ഇന്ത്യൻ എക്കോണമി ആൻഡ് പോളിറ്റി ചേഞ്ച്ഡ് ട്രമൻഡസ്ലി. ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയും രാഷ്ട്രീയവും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി, വിധേയമായി. അതിന്റെ തേർഡ് പോയിന്റിൽ എന്താ പറയുന്നത്, ഇന്ത്യൻ സൊസൈറ്റി വെന്റ് ത്രൂ മെനി ചേഞ്ചസ് including beginning of the modern era with introduction of industries. വ്യവസായങ്ങളുടെ ആവിർഭാവത്തോടെ ആധുനിക യുഗത്തിൻ ആരംഭം ഉൾപ്പെടെ നിരവധി മാറ്റങ്ങൾക്ക് ഇന്ത്യൻ സമൂഹം കടന്നുപോയി. ഇന്ത്യൻ സൊസൈറ്റി വെന്റ് ത്രൂ മെനി ചേഞ്ചസ്. ഇന്ത്യൻ സമൂഹം പല മാറ്റങ്ങൾക്കും കാരണമായി. എന്തിന്റെ ഭാഗമായിട്ട്, ഇൻക്ലൂഡിംഗ് ബിഗിനിങ് ഓഫ് ദ മോഡേൺ ഇറ വിത്ത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻഡസ്ട്രി. വ്യവസായങ്ങളുടെ ആവിർഭാവത്തോടെ ആധുനിക യുഗത്തിന്റെ ആരംഭം ഉൾപ്പെടെ നിരവധി മാറ്റങ്ങൾക്ക് ഇന്ത്യൻ സമൂഹം കാരണമായി. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായത്? പോസ്റ്റ്, ടെലഗ്രാഫ്, റെയിൽവേ, മോഡേൺ എഡ്യൂക്കേഷൻ, ഗ്രോത്ത് ഓഫ് സിറ്റി, ന്യൂ ഓക്യുപ്പേഷൻ. ഇപ്പൊ വ്യവസായങ്ങളുടെ ആവിർഭാവത്തോടെ ആധുനിക യുഗത്തിന്റെ ആരംഭം ഉൾപ്പെടെ നിരവധി മാറ്റങ്ങൾക്ക് ഇന്ത്യൻ സമൂഹം കാരണമായി. എന്തൊക്കെയാണ് ഇന്ത്യയിൽ വന്ന മാറ്റങ്ങള്? പോസ്റ്റൽ സർവീസ്, ടെലഗ്രാമ്, റെയിൽവേ, ആധുനിക വിദ്യാഭ്യാസം തുടങ്ങിയ പോലുള്ള പുതിയ പുതിയ തൊഴിലുകളെ, ഇത്തരത്തിലൊക്കെ ഉള്ള പല മാറ്റങ്ങൾക്കും ഇന്ത്യൻ സമൂഹം വിധേയമായി എന്നതാണ് തേർഡ് പോയിന്റിലൂടെ പറയുന്നത്. അതേപോലെ ഇതിൽ ഈ ടോപ്പിക്കിൽ തന്നെ അപ്പൊ ഈ മക്കളെ ഈ കൊളോണിയൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ടോപ്പിക് അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു തന്നു. അതിനുശേഷം അതിൽ വരുന്ന മറ്റൊരു ചെറിയ ടോപ്പിക്കാണ് ഈ ടോപ്പിക്കിന്റെ സബാണിത്. അതിൽ വരുന്ന 3 പോയിന്റുകൾ ടീച്ചർ പറഞ്ഞു. അടുത്തതായിട്ട് അതിൽ പറയാണ്, വിത്ത് ബ്രിട്ടീഷ് കൊളോണിയലിസം particular observation can be made about the process, cultural changes and nature of social change in the Indian social system. എന്താണ് പറയുന്നത്? വിത്ത് ദ ബ്രിട്ടീഷ് കൊളോണിയലിസത്തോടെ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥകളിലെ സാംസ്കാരിക മാറ്റങ്ങളുടെയും സാമൂഹിക മാറ്റത്തിന്റെയും സ്വഭാവത്തെക്കുറിച്ച് പ്രത്യേക നിരീക്ഷണങ്ങൾ നടത്താൻ കഴിയും. ബ്രിട്ടീഷ് കൊളോണിയലിസത്തോടെ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിലെ ബ്രിട്ടീഷ് കൊളോണിയലിസം particular observation can be made about the process, cultural change and the nature of social change. ബ്രിട്ടീഷ് കൊളോണിയലിസത്തോടെ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥകളിലെ സാമൂഹിക മാറ്റങ്ങളുടെയും സാമൂഹിക മാറ്റത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് എന്ത് നടത്താൻ കഴിയും? ഒബ്സർവേഷൻ നടത്താൻ കഴിയും. എന്താണ് ഒബ്സർവേഷൻ നടത്തിയത്? ബെർണാഡ് എസ് കോൺ argues that society of India offered a much different situation as compared to American India or African colonies since 18th century. അതായത് 18ാം നൂറ്റാണ്ട് മുതലുള്ള 18th century എന്ന് പറയുമ്പോൾ ഏതാ നൂറ്റാണ്ട്? 18ാം നൂറ്റാണ്ട് മുതലുള്ള അമേരിക്കൻ ഇന്ത്യൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ കോളനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയിലെ സമൂഹം വളരെ വ്യത്യസ്തമായ സാഹചര്യം
അനുഭവിക്കുന്നവരാണ്. ഇതാര് വാദിക്കുന്നു? ബെർണാഡ് എഫ് കോൺ 1990 വാദിക്കുന്നു. അപ്പൊ 1990 ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് ബെർണാഡ് എഫ് കോൺ, COHN, എച്ച് സൈലന്റ് ആക്കിയിട്ട് പ്രൊണൗൺസ് ചെയ്യുക. കോണിനെ പറയുള്ളൂ, അവിടെ എച്ച് സൈലന്റ് ആണ്. അപ്പൊ ബെർണാഡ് എഫ് കോൺ 1990 വാദിക്കുന്നത് എന്താണ്? 18ാം നൂറ്റാണ്ട് മുതലുള്ള അമേരിക്കൻ, ഇന്ത്യൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ കോളനികളുമായി ഈ താരതമ്യപ്പെടുമ്പോൾ ഇന്ത്യൻ സമൂഹം വളരെ വ്യത്യസ്തമായ സാഹചര്യമാണ് അനുഭവിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? ബെർണാഡ് എഫ് കോൺ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇന്ത്യൻ സമൂഹം എന്തൊക്കെ സാഹചര്യങ്ങളാണ് നേരിട്ടത്? there was a full-fledged agricultural economy. ഇന്ത്യൻ സമൂഹം എന്തൊക്കെ കാര്യങ്ങളാണ് നേരിട്ടിരുന്നത് 18ാം നൂറ്റാണ്ടില് ബെർണാഡിന്റെ അഭിപ്രായത്തില്? there was a full-fledged agricultural economy. ഒരു സമ്പൂർണ്ണ കാർഷിക സമ്പദ് വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ത്യക്കൊരു സമ്പൂർണ്ണ കാർഷിക സമ്പദ് വ്യവസ്ഥ ഉണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് വൺ, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ കിൻഷിപ്പ്. മാത്രല്ല രാജ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു രാഷ്ട്രീയ സ്ഥാപനം നിലനിന്നിരുന്നു. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ കിങ്ഷിപ്പ്. കിങ്ഷിപ്പ് എന്നാണ്, കിൻഷിപ്പ് അല്ല കിങ്. കിങ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു രാഷ്ട്രീയ സ്ഥാപനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആൻഡ് തേർഡ് വൺ, എ ലീഗൽ സിസ്റ്റം ബേസ്ഡ് ഓൺ പാർഷ്യലി റിട്ടൺ ലോ. മാത്രല്ല മൗലികമായി എഴുതപ്പെട്ട നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു നിയമവ്യവസ്ഥ ഉണ്ടായിരുന്നു. മൗലികമായി എഴുതപ്പെട്ട റിട്ടൺ ലോ. റിട്ടൺ ലോ പറഞ്ഞാൽ എന്താ? മൗലികമായി എഴുതപ്പെട്ട നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു നിയമവ്യവസ്ഥ, ലീഗൽ ലോ എവിടെ ഉണ്ടായിരുന്നു? ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. എ ലീഗൽ സിസ്റ്റം ബേസ്ഡ് ഓൺ പാർഷ്യലി റിട്ടൺ ലോ, അതായത് മൗലികമായി എഴുതപ്പെട്ട നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു നിയമവ്യവസ്ഥ ഉണ്ടായിരുന്നു. ടാക്സേഷൻ, നികുതി വ്യവസ്ഥ ഉണ്ടായിരുന്നു. റെക്കോർഡ് ആൻഡ് കീപ്പിംഗ്, അതേപോലെ തന്നെ റെക്കോർഡുകളും ആവശ്യമായ രേഖകളും സൂക്ഷിച്ചിരുന്നു. അതേപോലെ തന്നെ റെക്കോർഡ് ആൻഡ് കീപ്പിംഗ്. പിന്നത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? എ സെറ്റ് ഓഫ് കൾച്ചറൽ റിലീജിയസ് സിസ്റ്റം ബോത്ത് ഓഫ് ഹിന്ദു ആൻഡ് മുസ്ലിം. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഒരു കൂട്ടം സാംസ്കാരിക മതവ്യവസ്ഥകൾ നിലനിന്നിരുന്നു. ഹിന്ദുസിന്റെയും മുസ്ലിംസിന്റെയും ഒരു കൂട്ടം സാംസ്കാരികമായ മതവ്യവസ്ഥകൾ നിലനിന്നിരുന്നു. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ആരുടെ വാദത്തിലാണ് മനസ്സിലാവുന്നത്? 18ാം നൂറ്റാണ്ടില് ബെർണാഡ് കോൺ വ്യക്തമാക്കുന്നതാണ് ഇത്രയും കാര്യങ്ങൾ. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക? കൊളോണിയൽ പെർസ്പെക്റ്റീവ്. ഇപ്പൊ കൊളോണിയൽ പെർസ്പെക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾ വെക്കേണ്ടത്. അപ്പൊ ക്ലാസ് നന്നായി കേൾക്കുക, അതേപോലെ ഈ ടീച്ചർ എഴുതിയിട്ട കാര്യങ്ങൾ നിങ്ങൾ ലെക്ചർ നോട്ടായിട്ട് എഴുതുക. ഇത് മാത്രം നിങ്ങൾ ഏതൊക്കെ ടോപ്പിക് എടുക്കുന്നു, ഏതൊക്കെ ടോപ്പിക്കിൽ ഞാൻ എഴുതിയിടുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി നിങ്ങളുടെ ലെക്ചർ നോട്ടിൽ എഴുതി വെക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് പെട്ടെന്ന് പഠിക്കാനും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് യൂണിറ്റിൽ മറ്റൊരു ടോപ്പിക്കാണ് ദ മിഷനറി പെർസ്പെക്റ്റീവ്. മിഷനറി പെർസ്പെക്റ്റീവ്. ആരാണ് മിഷനറി? കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ, കൊളോണിയലിസ്റ്റ് പറഞ്ഞാലും മിഷനറി എന്ന് പറഞ്ഞാലും ഒക്കെ ആരെന്നെയാണ്? ബ്രിട്ടീഷുകാരെ തന്നെ, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന് തന്നെയാണ് മിഷനറി അഥവാ കൊളോണിയലിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ മിഷനറി എന്ന് പറയുമ്പോൾ മതം പ്രചരിപ്പിക്കാൻ നേതൃത്വം നൽകിയവരെയാണ് മിഷനറിമാർ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടുകൾ, മിഷനറി പെർസ്പെക്റ്റീവ്, മിഷനറിമാരുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയെന്നാണ് ഈ ടോപ്പിക്കിലൂടെ നമുക്ക് പറയാനുള്ളത്, വിശകലനം ചെയ്യാനുള്ളത്. ഇപ്പോൾ മിഷനറി പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട്. അപ്പോൾ മിഷനറി പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ മിഷനറിമാരുടെ കാഴ്ചപ്പാടുകൾ. This view developed through the writings of early evangelical priest പറഞ്ഞാൽ ആരാ? പ്രൊട്ടസ്റ്റന്റ്. evangelical priest, Protestants who believed in spreading the teaching of Christianity through conversion by Persian
in the late 18th century. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആദ്യകാല സുവിശേഷ പുരോഹിതന്മാരുടെ പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? പുരോഹിതന്മാർ. ഇവാഞ്ചലിക്കൽ പ്രീസ്റ്റ് പറഞ്ഞാൽ സുവിശേഷ പുരോഹിതന്മാരുടെ പ്രേരണയിലൂടെ മതപരിവർത്തനത്തിലൂടെ ക്രിസ്തു മതത്തിന്റെ പഠിപ്പിക്കലുകൾ പ്രചരിപ്പിക്കുന്നതിൽ വിശ്വസിച്ചിരുന്ന രചനകളിലൂടെയാണ് ഈ കാഴ്ചപ്പാട് വികസിച്ചത്. അപ്പോൾ 18ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ആദ്യകാല ഇവാഞ്ചലിക്കൽ പ്രീസ്റ്റ് പറഞ്ഞാൽ ആരാ? സുവിശേഷ പുരോഹിതന്മാരുടെ അല്ലെങ്കിൽ പ്രീസ്റ്റുകളുടെ പ്രേരണയിലൂടെ മതപരിവർത്തനത്തിലൂടെ ക്രിസ്തു മതത്തിന്റെ ചില രീതികൾ രചനകൾ ഇവിടെ വികസിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആദ്യകാല ഇവാഞ്ചലിക്കൽ പ്രീസ്റ്റുമാരുടെ പ്രേരണയിലൂടെ മതപരിവർത്തനത്തിലൂടെ ഇവിടെ മതപരിവർത്തനം നടത്തപ്പെടുകയും മാത്രമല്ല, എന്താണ് ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്? ക്രിസ്തു മതത്തിന്റെ ടീച്ചിങ്സുകൾ, ക്രിസ്തു മതത്തിന്റെ പഠിപ്പിക്കലുകൾ ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത്. കൂടാതെ ചാൾസ് ഗ്രാൻഡ്, വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഇവാഞ്ചലിക്കൽ റൈറ്റർ ഹു സെർവ്ഡ് ആസ് എ commercial official in Bengal in 1774-1719, wrote a pamphlet in 1792, Observation on the State of Society among the Asiatic subject of Great Britain, particularly with respect to great moral and on the means of improving it. His view on Indian society can be summed up in the following quotation. അതായത് 1774 1790 1774 and 1719 ബംഗാളിൽ ഒരു വാണിജ്യ കൊമേഴ്ഷ്യൽ ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ വാണിജ്യ ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ച ആദ്യകാല സുവിശേഷ എഴുത്തുകാരിൽ ഒരാളായിരുന്നു ചാൾസ് ഗ്രാൻഡ്. അദ്ദേഹം 1792 ഒരു ലഘുമേഖല എഴുതി. അപ്പോൾ 1774-1790 ബംഗാളിലെ ഒരു വാണിജ്യ കൊമേഴ്ഷ്യൽ ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ വാണിജ്യ ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ചിരുന്ന ആദ്യകാല സുവിശേഷ എഴുത്തുകാരിൽ ഒരാളായ ചാൾസ് ഗ്രാൻഡ് 1792 ഈ ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലഘുമേഖല എഴുതി. അത് മുന്നേ എന്താണ് അതിൽ പറയുന്നത് എന്ന് നോക്കാം. pamphlet in 1792, Observation on the State of Society among the Asiatic subject of Great Britain, particularly with respect to great moral and on the means of improving it. His view on Indian society can be summed up in the following quotation. ഗ്രേറ്റ് ബ്രിട്ടനിലെ ഏഷ്യൻ പ്രജകൾക്കിടയിലെ സമൂഹത്തിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ഒബ്സർവേഷൻ, പ്രത്യേകിച്ച് മഹത്തായ ധാർമ്മികതയെക്കുറിച്ചും മോറൽസിനെ കുറിച്ചും മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങളിലൂടെ വ്യക്തമാക്കാം. ഇപ്പൊ ഗ്രേറ്റ് ബ്രിട്ടനിലെ ഏഷ്യൻ പീപ്പിൾസുകൾക്കിടയിലെ, ഏഷ്യൻ ജനങ്ങൾക്കിടയിലെ, ഏഷ്യാറ്റിക് സബ്ജക്റ്റ് ഗ്രേറ്റ് ബ്രിട്ടനിലെ ഏഷ്യൻ പ്രജകൾക്കിടയിലെ സമൂഹത്തിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് മഹത്തായ ധാർമ്മികതയെക്കുറിച്ചും അത് മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ ചാൾസ് ഗ്രാൻഡിന്റെ വീക്ഷണങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങളിലൂടെ നോക്കാം എന്നാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് നമുക്ക് 4th പാരഗ്രാഫാണ് ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. ഫസ്റ്റ് പാരഗ്രാഫാണ് ടീച്ചർ പറഞ്ഞു തന്നത്. ഇനി 4th പാരഗ്രാഫാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ എന്താ അവിടെ പറയുന്നത് നോക്കാം. Unlike
The Indologist, the attempt was to condemn Indian society and its ways by citing specific translation from the Sanskrit text. Additionally, some of the practice like sati, parda, sale of children to salvary, cow ownership, idol worship, and caste system were taken to be everyday example of the problem and ill suffered by Indian society. അതായത് അപ്പൊ ഞാൻ ചാൾസ് ആരുടെയാണ് ചാൾസ് ഗ്രാൻഡ് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ താഴെ പറയുന്നുണ്ട് എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയത്. ഇനി എന്തൊക്കെയാണ് ചാൾസ് ഗ്രാൻഡ് പറയുന്നത്? 4th പാരഗ്രാഫിലൂടെയാണ് നമുക്ക് വ്യക്തമാക്കാം. അൺലൈക്ക് ദ ഇൻഡോളജിസ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായി സംസ്കൃത ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പ്രത്യേക വിവർത്തനങ്ങൾ ഇന്ത്യൻ സമൂഹത്തെയും അതിൻ്റെ രീതികളെയും അപലപിക്കുകയായിരുന്നു അവരുടെ ശ്രമം. ഇപ്പൊ ചാൾസ് ഗ്രാൻഡിന്റെ ശ്രമം എന്തായിരുന്നു? ഇൻഡോളജിസ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായി സംസ്കൃത ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പ്രത്യേക വിവർത്തനങ്ങൾ പരിശോധിച്ച് ഇന്ത്യൻ സമൂഹത്തെയും രീതികളെയും കുറിച്ച് വിവരിക്കാനായിരുന്നു ആര് ശ്രമിച്ചത്? ചാൾസ് ഗ്രാൻഡ് ശ്രമിച്ചത്. കൂടാതെ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ പരിശോധിച്ചത് ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച്? സതി പറഞ്ഞാൽ എന്താ? ഭർത്താവിന്റെ ചിതയിലേക്ക് ഭാര്യ എടുത്തു ചാടി മരണപ്പെടുന്നതിനെയാണ് സതി എന്ന് പറയുക. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചാണ് ചാൾസ് ഗ്രാൻഡ് പഠിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം അതിനുവേണ്ടി ഏത് പുസ്തകമാണ് എടുത്തത്? സംസ്കൃത ഗ്രന്ഥങ്ങളിലൂടെയാണ് ഇന്ത്യൻ സമൂഹത്തെയും രീതികളെയും കുറിച്ച് ചാൾസ് ഗ്രാൻഡ് പഠിക്കാൻ ശ്രമിച്ചത്. അപ്പൊ അദ്ദേഹം എന്തൊക്കെ മനസ്സിലാക്കി? സതി, പർദ, അതേപോലെ തന്നെ പർദ സിസ്റ്റം, പിന്നെ ഫെയിൽ ഓഫ് ചിൽഡ്രൻ, ഫെയിൽ ഓഫ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികളെ വിൽക്കുക. പിന്നെ സാൽവറിയ, കുട്ടികളെ അടിമകളാക്കാൻ വേണ്ടി വിൽക്കുന്ന അവസ്ഥ. പിന്നെ കൗ വർഷിപ്പ്, പശു ആരാധന. അതേപോലെ തന്നെ ഐഡോൾ വർഷിപ്പ്, വിഗ്രഹ ആരാധന. അതേപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ തുടങ്ങി ചില ആചാരങ്ങൾ ചില ആചാരങ്ങൾ ഇന്ത്യൻ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും ദുരിതങ്ങളെയും അദ്ദേഹം എടുത്തു കാണിക്കാൻ ആര് ശ്രമിച്ചു എന്നാ പറയുന്നത്? ചാൾസ് ഗ്രാൻഡ് ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹം 1792 അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഇന്ത്യൻ സമൂഹത്തെ പ്രശ്നങ്ങളെ കുറിച്ച് ഒരു ലഘുരേഖ, ഒരു വിവരണം തയ്യാറാക്കി. അങ്ങനെ ഇൻഡോളജിസ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായി സംസ്കൃത ഗ്രന്ഥങ്ങളിലെ വിവർത്തനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം സമൂഹത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് ചാൾസ് ഗ്രാൻഡ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം സതിയെ കുറിച്ചും പർദ സിസ്റ്റത്തെ കുറിച്ചും കുട്ടികളെ അടിമത്തത്തിലേക്ക് വിൽക്കുന്നതിനെ കുറിച്ചും പശു ആരാധന അഥവാ കൗ വർഷിപ്പിനെ കുറിച്ചും ഐഡോൾ വർഷിപ്പിനെ കുറിച്ചും ജാതി വ്യവസ്ഥയെ കുറിച്ചും ദുരാചാരങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ദൈനംദിന ജീവിതത്തിൽ ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹം ഒരു ലഘുരേഖ അഥവാ ഒരു ഇന്ത്യൻ സമൂഹത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ജാതിപരമായ പ്രശ്നങ്ങളെ കുറിച്ചൊരു വിവരണം ആര് തയ്യാറാക്കി? ചാൾസ് ഗ്രാൻഡ് തയ്യാറാക്കി എന്നാണ് ആ ഒരു പാരഗ്രാഫിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാനുള്ളത്. അടുത്ത പാരഗ്രാഫാണ്. 5ാമത്തെ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. Early missionaries saw caste system as an obstacle to conversion to Christianity. The writing of Abbé Dubois, a French missionary and author of an influential account in 1850 titled A Description of the characters, manners and custom of the people of India and their institution, religious and civil, noted the stranglehold of caste system on Indians. അതായത് ഇവിടെ എന്താണ് പറയുന്നത്? അതായത് ഈ 5ാമത്തെ പാരഗ്രാഫിലൂടെ പറയാണ്, ക്രിസ്തു മതത്തിലേക്കുള്ള പരിവർത്തനത്തിന് ജാതി വ്യവസ്ഥ ആദ്യകാലത്ത് ഒരു തടസ്സമായിട്ട് മിഷനറിമാർ കണ്ടു. ക്രിസ്തു
മതത്തിലേക്കുള്ള പരിവർത്തനം ജാതി വ്യവസ്ഥയെ ഒരു തടസ്സമായി ആര് കണ്ടു എന്നാ പറയുന്നത്? ആദ്യകാല മിഷനറിമാർ കാണുകയും അങ്ങനെ ഫ്രഞ്ച് മിഷനറിമാർ 1816 ഇന്ത്യയിലെ ജനങ്ങളുടെയും അവരുടെ സിവിൽ സ്ഥാപനങ്ങളുടെയും സ്വഭാവങ്ങളുടെയും പെരുമാറ്റത്തിൻ്റെയും ആചാരങ്ങളുടെയും വിവരണങ്ങൾ എന്ന പേരിൽ ഒരു സ്വാധീനമുള്ള വിവരണത്തിൻ്റെ രചയിതാവായ ആബേ ഡൂബിന്റെ രചനകൾ ഇന്ത്യക്കാരുടെ മേൽ പിടിമുറുക്കലിനെ അപ്പൊ ഇന്ത്യക്കാരുടെ മേലുള്ള ആ ഒരു പിടിമുറുക്കലിനെ കുറിച്ച് ആര് വിവരിച്ചു എന്നാ പറയുന്നത്? ആബേ ഡുബോയിസ്. ആബേ ഡുബോയിസ് എന്താണ് ഇവിടെ ചെയ്തത്? ക്രിസ്തു മതത്തിലേക്കുള്ള പരിവർത്തനത്തിന് ജാതി വ്യവസ്ഥ ആദ്യകാലത്ത് ഒരു തടസ്സമായിട്ട് മിഷനറിമാർ കണ്ടതിനെ കുറിച്ചും അതേപോലെ തന്നെ ഫ്രഞ്ച് മിഷനറിയും 1816 ഇന്ത്യയിലെ ജനങ്ങളുടെ സിവിൽ സ്ഥാപനങ്ങളുടെയും സ്വഭാവങ്ങളുടെയും പെരുമാറ്റത്തിൻ്റെയും ആചാരങ്ങളുടെയും തുടങ്ങിയ പ്രശ്നങ്ങളെയൊക്കെ കുറിച്ച് 1816 ആബേ ഡുബോയിസ് തൻ്റെ രചനകളിൽ പ്രതിപാദിച്ചു. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥകളെക്കുറിച്ചും ദുരാചാരങ്ങളെക്കുറിച്ചും അനാചാരങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിൻ്റെ തടസ്സത്തെക്കുറിച്ചൊക്കെ 1816 ആബേ ഡുബോയിസ് എന്ന ഫോറിൻ സോഷ്യോളജിസ്റ്റ് ഈ ഒരു പ്രശ്നത്തെയൊക്കെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചു എന്നാണ് ആ പാരഗ്രാഫിലൂടെ വ്യക്തമാക്കുന്നത്. ആൻഡ് 5th പാരഗ്രാഫിൽ it need to be mentioned here that caste system was criticized because the missionary felt that it watered their attempt to convert Hindus into Christian even after conversion. Many Hindus continue to be guided by caste rule. അതേപോലെ തന്നെ പിന്നെന്താണ് ഇവിടെ പറയുന്നത്? It need to be mentioned here that caste system was criticized because the missionaries felt that the watered their attempt to convert the Hindus into Christians. Even after conversion, many Hindus continue to be guided by caste rule. ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കി മാറ്റാനുള്ള തങ്ങളുടെ ശ്രമങ്ങളെ ജാതി വ്യവസ്ഥ പരാജയപ്പെടുത്തുന്നു എന്ന് മിഷനറിമാർ കരുതുകയും അതുകൊണ്ട് തന്നെ ഹിന്ദുത്വത്തെ ആര് വിമർശിക്കുകയും ചെയ്തു? ക്രിസ്ത്യൻ മിഷനറിമാർ വിമർശിക്കുകയും ചെയ്തു. മാത്രമല്ല മതപരിവർത്തനത്തിന് ശേഷവും പല ഹിന്ദുക്കളും ജാതി നിയമങ്ങളാൽ നയിക്കപ്പെട്ടു. അപ്പൊ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കി മാറ്റാനുള്ള തങ്ങളുടെ ശ്രമങ്ങളെ ജാതി വ്യവസ്ഥ പരാജയപ്പെടുത്തുന്നു എന്ന് ആര് അവിടെ പറയാണ്? മിഷനറിമാർ കരുതുകയും മാത്രമല്ല അതിനെ പരാമർശിക്കേണ്ടതുമുണ്ട്. അപ്പോൾ ഹിന്ദുക്കളെ ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടാൻ ആര് ശ്രമിക്കുകയാണ്? ക്രിസ്ത്യൻസ് ശ്രമിക്കുകയാണ്. പക്ഷെ അതിന് ഏത് തടസ്സമായി നിൽക്കുകയാണ്? ജാതി വ്യവസ്ഥ അതിന് തടസ്സമായി നിൽക്കുകയും മാത്രമല്ല മതപരിവർത്തനത്തിന് ശേഷവും പല ഹിന്ദുക്കളും ജാതി നിയമങ്ങളാൽ നയിക്കപ്പെട്ടു. കാരണം even after conversion many Hindus continue to guided by caste rule. മതപരിവർത്തനത്തിന് ശേഷവും പല ഹിന്ദുക്കളും ഏത് നിയമങ്ങളാൽ നയിക്കപ്പെട്ടു? ജാതി നിയമങ്ങളാൽ നയിക്കപ്പെട്ടു. ഇത്രയും കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ മിഷനറി പെർസ്പെക്റ്റീവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ എഴുതിയെടുക്കേണ്ടത്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സെക്കൻഡ് യൂണിറ്റിലെ മറ്റൊരു ടോപ്പിക്കാണ് ദ അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്റ്റീവ്. നമ്മൾ മിഷനറി പെർസ്പെക്റ്റീവ് പഠിച്ചു. അതേപോലെ തന്നെ എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്റ്റീവ്, ഭരണപരമായ കാഴ്ചപ്പാടുകൾ. എന്താണ് ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. The interpretation of Indian society by the administrators trained in British universality and indoctrinated by utilitarian rationalism. Utilitarian rationalism was more pragmatic and more matter of fact.
Their purpose was to understand its Indian society in order to exploit its resources. അതായത് ഇവിടെ എന്താ പറയുന്നത്, ബ്രിട്ടീഷ് യൂണിവേഴ്സാലിറ്റി, ബ്രിട്ടീഷ് സർവകലാശാലകളിൽ പരിശീലനം നേടിയ ട്രെയിൻഡ് ഇൻ ബ്രിട്ടീഷ് യൂണിവേഴ്സാലിറ്റി എന്നാ പറയണേ. അപ്പൊ ബ്രിട്ടീഷ് സർവകലാശാലകളിൽ പരിശീലനം നേടിയ പ്രയോജനവാദ യുക്തിവാദത്താൽ, എന്താ അവിടെ പറയുന്നത്, ബ്രിട്ടീഷ് സർവകലാശാലയിൽ പരിശീലനം നേടിയ എങ്ങനത്തെ ആളുകളാണ്, റാഷണാലിസം, ഇൻഡോക്ട്രൈൻഡ് ബൈ യൂട്ടാലിറ്റേറിയൻ റാഷണാലിസം. അങ്ങനെ പറഞ്ഞാൽ എന്താ, പ്രയോജനവാദ യുക്തിവാദത്താൽ പ്രചോദിതരായിട്ടുള്ള ഭരണാധികാരികൾ ഇന്ത്യൻ സൊസൈറ്റിയെ വ്യാഖ്യാനിച്ചത് കൂടുതൽ പ്രായോഗികവും കൂടുതൽ വസ്തുതാപരവുമായിരുന്നു. ഇന്ത്യൻ സമൂഹത്തിലെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനായി മനസ്സിലാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ ബ്രിട്ടീഷ് സർവകലാശാലയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള യൂട്ടാലിറ്റേറിയൻ റാഷണലിസം, പ്രയോജനവാദ യുക്തിവാദത്താൽ, റാഷണാലിസം എന്ന് പറഞ്ഞാൽ യുക്തിവാദം, ഇപ്പൊ യൂട്ടാലിറ്റേറിയൻ റാഷണാലിസം എന്ന് പറഞ്ഞാൽ പ്രയോജനവാദ യുക്തിവാദത്താൽ പ്രചോദിതരായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇന്ത്യൻ സൊസൈറ്റിയെ നിർവചിച്ചത് കൂടുതൽ പ്രായോഗികവും കൂടുതൽ വസ്തുതാപരവുമായിരുന്നു. ഈ ഇന്ത്യൻ സൊസൈറ്റിയുടെ റിസോഴ്സസുകൾ, ഇന്ത്യൻ സമൂഹത്തിന്റെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനായി മനസ്സിലാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇപ്പൊ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ലക്ഷ്യം എന്താണ്, ഇന്ത്യൻ സൊസൈറ്റിയിലെ റിസോഴ്സുകൾ ഉപയോഗപ്പെടുത്തുക എന്നതായിരുന്നു ആരുടെ ലക്ഷ്യം, ഈ ബ്രിട്ടീഷ് സർവകലാശാലയിൽ പരിശീലനം നേടിയ ആളുകളുടെ ലക്ഷ്യം. ഓക്കെ, അടുത്ത പാരഗ്രാഫ്, സെക്കൻഡ് പാരഗ്രാഫിൽ എന്താ പറയുന്നത് നോക്കാം. The administrators sought to develop categories that would help them in ordering their ideas and action relating to the life of the natives of India, avoiding the enormous complexities characterizing it. Example, B.H. Baden-Powell's 3-volume of the Land System of British India, 1892, were not just a complication of data but had a series of arguments about the nature of Indian village and its resources in relation to the state and its demand over these resources. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യയിലെ തദ്ദേശീയരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ ആശയങ്ങളും പ്രവർത്തനങ്ങളും ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്ന വിഭാഗങ്ങൾ വികസിപ്പിക്കാൻ ഭരണാധികാരികൾ ശ്രമിച്ചു. ദ അഡ്മിനിസ്ട്രേറ്റീവ് സോക്ക് ടു ഡെവലപ്പ് കാറ്റഗറി, അഡ്മിനിസ്ട്രേറ്റീവ് ഭരണാധികാരികൾ എന്ത് ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിച്ചത്, that would help them in ordering their ideas and action relating to the life of the native of India, തദ്ദേശീയരായിട്ടുള്ള ഇന്ത്യക്കാരുടെ, ഇപ്പൊ നേറ്റീവ്സ് ഓഫ് ഇന്ത്യ പറഞ്ഞാൽ തദ്ദേശീയരായിട്ടുള്ള ഇന്ത്യക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ ആശയങ്ങളും പ്രവർത്തനങ്ങളും വികസിപ്പിക്കുന്നതിനാണ് ഭരണാധികാരികൾ ശ്രമിച്ചത്. നേറ്റീവ് ഇന്ത്യൻസിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ആശയങ്ങളും ഐഡിയാസുകളും പ്രവർത്തനങ്ങളും ക്രമീകരിക്കുന്നതിനും മാത്രമല്ല അത് വികസിപ്പിക്കുന്നതിനൊക്കെയാണ് ഇവിടെയുള്ള ഭരണാധികാരികൾ ശ്രമിച്ചത്. മാത്രല്ല പിന്നെ എന്താ ഇവിടെ പറയുന്നത്, നോർമൽ കോംപ്ലക്സിറ്റി ക്യാരക്ടറൈസിങ് ഇറ്റ്, ഇത് വിശേഷിപ്പിക്കുന്ന മാത്രല്ല ഇതിലുണ്ടാകുന്ന പല കോംപ്ലക്സിറ്റി എന്ന സങ്കീർണത, ഇത്തരത്തിലുള്ള പല സങ്കീർണതകളെയും ഒഴിവാക്കാനും ആര് ശ്രമിച്ചിരുന്നു, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ശ്രമിച്ചിരുന്നു. ഇപ്പൊ ഇന്ത്യയിലെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളുടെ ആശയങ്ങളും പ്രവർത്തനങ്ങളും ക്രമീകരിക്കാൻ ആര് ശ്രമിച്ചു, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ശ്രമിച്ചു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള
കോംപ്ലക്സിറ്റി പറഞ്ഞാൽ എന്താ, സങ്കീർണതകൾ ഒഴിവാക്കാനും ആര് ശ്രമിച്ചിരുന്നു, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ശ്രമിച്ചിരുന്നു. എക്സാമ്പിൾ, അത് അതിനൊരു എക്സാമ്പിൾ പറയാണ്. B.H. Baden-Powell's 3 volume of the Land System of British India 1892 were not just a complication of data but had a series of arguments about the nature of Indian village and its resources in relation to the state and its demand over these resources. B.H. Baden-Powell'sന്റെ 3 വാല്യങ്ങളായി 3 ഭാഗങ്ങളായി ദ ലാൻഡ് സിസ്റ്റം ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ 3 ഭാഗങ്ങളായി 3 വോളിയം എന്ന് പറഞ്ഞാൽ 3 ഭാഗങ്ങളായിട്ട് B.H. Baden-Powell's 3 വോളിയംസ് ആയിട്ട് ദ ലാൻഡ് സിസ്റ്റം ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന ഒരു സമാഹാരം രൂപീകരിക്കുകയും അതിൽ ഇന്ത്യൻ ഗ്രാമത്തിൻ്റെയും ഇന്ത്യൻ വില്ലേജ്, അതിൽ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്, ഇന്ത്യൻ ഗ്രാമത്തിൻ്റെയും അതേപോലെ റിസോഴ്സിൻ്റെയും ഇന്ത്യൻ ഗ്രാമവും ഇന്ത്യയിലെ വിഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏതില് വ്യക്തമാക്കിയിരുന്നു പൗലോസ്, ദ ലാൻഡ് സിസ്റ്റം ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു 3 വാല്യങ്ങളായി രൂപീകൃതമായ ഒരു ബുക്കിൽ അദ്ദേഹം ഇന്ത്യൻ ഗ്രാമത്തെക്കുറിച്ചും ഇന്ത്യൻ ഗ്രാമങ്ങളിലെ വിഭവത്തെക്കുറിച്ചൊക്കെ വ്യക്തമാക്കിയിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് ആ പാരഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇന്ത്യയിലെ തദ്ദേശീയരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആശയങ്ങളും പ്രവർത്തനങ്ങളും ക്രമീകരിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും ഇവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികൾ ശ്രമിച്ചിരുന്നു. അതിന് ഉദാഹരണമാണ് B.H. Baden-Powell'sന്റെ 3 വാല്യങ്ങളായിട്ട് രൂപം കൊടുത്ത ദ ലാൻഡ് സിസ്റ്റം ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഗ്രാമത്തെയും ഇന്ത്യൻ ഗ്രാമങ്ങളിലെ വിഭവത്തെയും പ്രതിപാദിക്കുന്ന ആ ഒരു ലാൻഡ് സിസ്റ്റം ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന ആ ബുക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ശ്രമിച്ചിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തതായിട്ട് അപ്പോൾ അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്റ്റീവ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ആ ടോപ്പിക്കിലെ 3ാമത്തെ പാരഗ്രാഫാണ്. 3rd പാരഗ്രാഫിലേക്കാണ് നമ്മൾ കടക്കുന്നത്. British scholarly administrators posed in different parts of India, for example, Risley, Dalton, O'Malley in East India, Crookes in Northern India, wrote encyclopedic inventories about the tribes and caste of India, which even today provide the basic information about the life and culture of the people of the respective region. എന്താണ് പറയുന്നത്? ബ്രിട്ടീഷ് സ്കോളർലി അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിയമിതരായ ബ്രിട്ടീഷ് പണ്ഡിത ഭരണാധികാരികൾ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിയമിതരായിട്ടുള്ള ബ്രിട്ടീഷ് പണ്ഡിത ഭരണാധികാരികൾ, അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്റ്റീവിൽ പറയുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിയമിതരായിട്ടുള്ള ബ്രിട്ടീഷ് പണ്ഡിത ഭരണാധികാരികൾ ഏതൊക്കെയാണ്? പണ്ഡിതന്മാരായിട്ടുള്ള ഭരണാധികാരികൾ റിസ്ലി, ഡാൾട്ടൺ, ഒമാലി. ആരൊക്കെയാണ്? റിസ്ലിയും ഡാൾട്ടനും ഒമാലി എവിടെയാണ്? ഒമാലി ഇൻ ഈസ്റ്റ് ഇന്ത്യ, വടക്കേ ഇന്ത്യയിലും. ക്രൂക്സ് എവിടെയാണ്? നോർത്തേൺ ഇന്ത്യ എന്നിവർ ഇന്ത്യയിലെ ഗോത്രങ്ങളെയും ജാതികളെയും കുറിച്ച് വളരെയധികം എന്തെഴുതിയിട്ടുണ്ട് എന്നാ പറയുന്നത്? എൻസിക്ലോപെഡിക് എന്ന് പറഞ്ഞ വിജ്ഞാന കോശങ്ങൾ. ഈ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിയമിതരായിട്ടുള്ള ബ്രിട്ടീഷ് പണ്ഡിത ഭരണാധികാരികളാണ് ആരൊക്കെ? റിസ്ലിയും ഡാൾട്ടനും ഒമാലിയും ക്രൂക്സും ഒക്കെ
ഇന്ത്യൻ ഗോത്രത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും എന്തിൽ എഴുതിയിട്ടുണ്ട്? എൻസൈക്ലോപ്പീഡിക് എന്ന് പറഞ്ഞാൽ വിജ്ഞാനപരമായ കോശങ്ങളിൽ എഴുതിയിട്ടുണ്ട്, വിജ്ഞാനപരമായ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അവ ഇന്നും പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ നൽകുന്നു. അപ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിയമിതരായിട്ടുള്ള ബ്രിട്ടീഷ് പണ്ഡിതന്മാരായിരുന്നു ആരൊക്കെ? റിസ്ലിയും ഡാൾട്ടനും ഒമാലിയും അതേപോലെ തന്നെ ക്രൂക്സും. ഒമാലി വടക്കേ ഇന്ത്യയിലാട്ടോ. അങ്ങനെ ഇവരൊക്കെ ഇന്ത്യയിലെ ഗോത്ര വിഭാഗങ്ങളെ കുറിച്ചും ജാതി വിഭാഗങ്ങളെ കുറിച്ചും എന്തിൽ എഴുതിയിട്ടുണ്ട്? എൻസൈക്ലോപ്പീഡിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വിജ്ഞാനകോശപരമായ വിജ്ഞാനകോശം എന്ന് പറയും നമ്മൾ. വിജ്ഞാനകോശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഗുണനപ്പട്ടിക എന്നൊക്കെ പറയില്ലേ, അതേപോലെ നമുക്ക് ഓരോ കാര്യങ്ങളെയും കുറിച്ച് അറിവ് നൽകുന്ന ഒരു പുസ്തകത്തെയാണ് നമ്മൾ എന്ത് പറയുക? വിജ്ഞാനകോശം. അപ്പൊ എൻസൈക്ലോപ്പീഡിക്കില് ഇവരൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തിനെ കുറിച്ചാണ് അവർ എഴുതിയിട്ടുള്ളത്? ഇന്ത്യൻ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ആ വിജ്ഞാനകോശത്തിൽ എഴുതിയിട്ടുള്ളത്. ഇതാണ് ഈ ഒരു, അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്റ്റീവ് എന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് എന്ത് പറയാനുള്ള കാരണം? അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്റ്റീവ് എന്ന് പറയാനുള്ള കാരണം ഇന്ത്യയുടെ ഗോത്ര വിഭാഗങ്ങളെ കുറിച്ചും ജാതി വിഭാഗങ്ങളെ കുറിച്ചും റിസ്ലിയും ഡാൾട്ടനും അതേപോലെ തന്നെ ആരൊക്കെയാണ്? ഒമാലിയും ക്രൂക്സ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ വിജ്ഞാനകോശങ്ങളിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നമുക്ക് കിടക്കാം. എന്താണ് അവിടെ പറയുന്നത്? The contribution of great British Indologist Sir William John was immense as he began the study of Sanskrit and Indology, and is also quite well known for establishing the Asiatic Society of Bengal in 1787. The Law's Menu was translated by Jones in 1794. സംസ്കൃതവും ഇൻഡോളജിയും പഠിക്കാൻ തുടങ്ങിയതിനും 1787 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നതിനും, സംസ്കൃതവും ഇൻഡോളജിയും പഠിക്കാൻ തുടങ്ങുന്നതിനും 1787 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നതിനും പ്രശസ്തനായ ബ്രിട്ടീഷ് ഇൻഡോളജിസ്റ്റ് ആയിട്ടുള്ള സർ വില്യം ജോൺസിന്റെ സംഭാവന വളരെ വലുതാണ്. മാത്രമല്ല മനുസ്മൃതി വിവർത്തനം ചെയ്തത് വില്യം ജോൺസ് 1794. അപ്പൊ സംസ്കൃതവും ഇൻഡോളജിയും പഠിക്കാൻ തുടങ്ങിയതിനും 1787 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ രൂപീകരിക്കുന്നതിനും ആര് വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്? ബ്രിട്ടീഷ് ഇൻഡോളജിസ്റ്റ് ആയിട്ടുള്ള സർ വില്യം ജോൺസ് വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മനുസ്മൃതി വിവർത്തനം ചെയ്യുന്നതിനും 1794 ആര് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു? ഈ വില്യം ജോൺസ് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഇതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനെയാണ് എന്ത് പറയുക? അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്റ്റീവ്. ഇപ്പൊ സംസ്കൃതവും ഇൻഡോളജിയും പഠിക്കാൻ തുടങ്ങുന്നതിനും 1787 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ രൂപീകരിക്കുന്നതിനും വില്യം ജോൺസിന്റെ സംഭാവന വളരെ വലുതാണ്. മനുസ്മൃതി വിവർത്തനം ചെയ്യുന്നതിനും ജോൺസ് 1794 1794 വളരെയധികം നേതൃത്വം വഹിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ നിന്നും വ്യക്തമാക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ 2 ടോപ്പിക്കും കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. സെൻസസ് ആൻഡ് സർവേയും അതേപോലെ വില്ലേജ് ആൻഡ് സിറ്റിയും. അപ്പം നമുക്ക് അതെന്താ എന്ന് നോക്കാം. അപ്പോൾ യൂണിറ്റ് 2 മറ്റൊരു ടോപ്പിക്കാണ് സെൻസസ് ആൻഡ് സർവേ. സെൻസസും സർവേയും. നമുക്ക് എന്താണ് സെൻസസ് അതേപോലെ തന്നെ സർവേ, ഈ 2 വേർഡുകളും എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ശ്രദ്ധിച്ചോളൂ. But early works proved insufficient as East India Company territory rapidly increased and the British become aware of the baffling variety of people, stories, political form,
സിസ്റ്റം ഓഫ് ലാൻഡ് ടെന്യൂർ ആൻഡ് റിലീജിയസ് പ്രാക്ടീസസ്. അതായത് നമുക്കറിയാം ഇവിടെ എന്താ പറയുന്നത്, ബട്ട് ഏർലി വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യകാല കൃതികളിൽ എന്ത് തെളിഞ്ഞു, ഇൻസഫിഷ്യൻ ബട്ട് ഏർലി വർക്ക് പ്രോവ്ഡ് ഇൻസഫിഷ്യന്റ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതായത് ആദ്യകാല കൃതികളിൽ അപര്യാപ്തമാണെന്ന് തെളിഞ്ഞു, കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രദേശം അതിവേഗം വളർന്നു. ഇപ്പൊ നമുക്കറിയാം സെൻസസും സർവേ ഒക്കെ നടത്തപ്പെടാനുള്ള കാരണം ആദ്യകാല കൃതികളിൽ ഇന്ത്യയെ കുറിച്ചിട്ടുള്ള രേഖകളും സെൻസസും സർവേ ഒക്കെ സഫിഷ്യന്റ് അല്ല, ഇൻസഫിഷ്യന്റ് ആട്ടോ. അപ്പൊ ആദ്യകാല കൃതികളില് എന്താണെന്ന് തെളിഞ്ഞു, ഇത്തരത്തിലുള്ള സെൻസസും സർവേയും ഒക്കെ ഇൻസഫിഷ്യന്റ് ആണെന്ന് തെളിയുകയും അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രദേശം അതിവേഗം വളരുകയും ജനങ്ങളുടെയും ചരിത്രങ്ങളുടെയും രാഷ്ട്രീയ രൂപങ്ങളുടെയും ഭൂ ഉടമസ്ഥതയുടെ വ്യവസ്ഥകളുടെയും മതപരമായ ആചാരങ്ങളുടെയും വൈവിധ്യത്തെക്കുറിച്ച് ബ്രിട്ടീഷുകാർ ബോധവാന്മാരായി. അപ്പോ ആദ്യകാല കൃതികളില് ഇന്ത്യയുടെ ചരിത്രപരമായ കാര്യങ്ങളായാലും മറ്റു കാര്യങ്ങളൊക്കെ ഇൻസഫിഷ്യന്റ് ആയിരുന്നു. പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രദേശങ്ങൾ അതിവേഗം വളരുകയും ജനങ്ങളുടെയും പീപ്പിൾസിന്റെയും ഹിസ്റ്റോറിയൻ ചരിത്രങ്ങളുടെയും പൊളിറ്റിക്കൽ ഫോം രാഷ്ട്രീയ ഫോം എന്ന് പറഞ്ഞ രൂപം, പൊളിറ്റിക്കൽ ഫോം എന്ന് പറഞ്ഞ രാഷ്ട്രീയ രൂപങ്ങളുടെയും ഭൂ ഉടമസ്ഥതയുടെ വ്യവസ്ഥകളുടെയും ലാൻഡ് ടെനർ എന്ന് പറഞ്ഞ ഭൂ ഉടമസ്ഥത, അപ്പൊ ലാൻഡ് ടെനർ അഥവാ ഭൂ ഉടമസ്ഥതയുടെയും മതപരമായ ആചാരങ്ങളുടെയും വൈവിധ്യത്തെക്കുറിച്ച് ബ്രിട്ടീഷുകാർ ബോധവാന്മാരായി. അപ്പോൾ സെൻസസ് ആൻഡ് സർവേ ആരംഭിക്കാനുണ്ടായ കാരണം ആദ്യകാല കൃതികളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അപര്യാപ്തമായിരുന്നു, ഇൻസഫിഷ്യന്റ് ആയിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രദേശം അതിവേഗം വളരുകയും പീപ്പിൾസിൻ്റെയും ഹിസ്റ്റോറിയൻസിൻ്റെയും പൊളിറ്റിക്കൽ ഫോംസുകളുടെയും ലാൻഡ് ടെനറുകളുടെയും ലാൻഡ് ടെനർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂവുടമസ്ഥ വ്യവസ്ഥകളെയാണ് എന്ത് പറയുക, ലാൻഡ് ടെനർ എന്ന് പറയുക. അപ്പൊ ലാൻഡ് ടെനറുകളുടെയും റിലീജിയസ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ മതപരമായ ആചാരങ്ങളുടെയും വൈവിധ്യത്തെക്കുറിച്ച് പിന്നീട് ബ്രിട്ടീഷുകാർ ബോധവാന്മാരായി. One of the earliest and famous of this was contribution of Dr. Francis Buchanan. He carried out an extensive survey in 1807 that was never completely published. Example, the official view of the emergence of an empirical category, a thing concrete and measurable and above all had definable characteristics such as. അതായത് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഇതിൽ ആദ്യ കാലഘട്ടം ഇതിന്റെ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് പറഞ്ഞാൽ ഇതിന്റെ ആദ്യ കാലഘട്ടം പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ ഫ്രാൻസിസ് ബുഞ്ചാമന്റെ സംഭാവനയാണ്, കോൺട്രിബ്യൂഷൻ ആണ്. ഇതിന്റെ ആദ്യ കാലഘട്ടം ഏർലിയസ്റ്റ് പീരിയഡ് എന്ന് പറയുന്നത് പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ ഫ്രാൻസിസ് ബുഞ്ചാനന്റെ കോൺട്രിബ്യൂഷൻ ആണ്. കൂടാതെ 1807 അദ്ദേഹം വിപുലമായ സർവേ നടത്തുകയും അതൊരിക്കലും പൂർണ്ണമായും പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നില്ല. അപ്പോ 1807 പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ ഫ്രാൻസിസ് ബുഞ്ചാനൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത്, ഒരു സർവേ നടത്തി. പക്ഷെ അത് യഥാർത്ഥത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. അതിനൊരു ഉദാഹരണമാണ് പറയുന്നത്, the official view of the emergence of an empirical category, a thing concrete and measurable and above all had definable characteristics such as. അതായത് ജാതിയെ കുറിച്ചുള്ള ഔദ്യോഗിക വീക്ഷണം അതിനെ അനുഭവപരമായ വിഭാഗമായി, ജാതിയെ കുറിച്ചുള്ള വീക്ഷണം എന്ന് പറയുന്നത് ഒരു എന്താണ് ഇവിടെ പറയുന്നത്, ജാതിയെ കുറിച്ചുള്ള അനുഭവപരമായിട്ടുള്ള വീക്ഷണം എന്ന് പറയുന്നത്
അളക്കാവുന്നതുമായ മൂർത്തവും അളക്കാവുന്നതുമായ ഒരു വസ്തുവായി കണക്കാക്കി. എല്ലാറ്റിനുപരിയായി നിർവചിക്കാവുന്ന സ്വഭാവ സവിശേഷതകളും ഏതിനുണ്ടായിരുന്നു? ജാതിയെ കുറിച്ചുള്ള വീക്ഷണത്തിനുണ്ടായിരുന്നു. അപ്പോൾ the official view of the emergence and empirical category, a thing concrete, a measurable, and above all the definable characteristics such as എന്താ ഇവിടെ പറയുന്നത്? കാഫ്റ്റിനെ കുറിച്ചിട്ടുള്ള ഔദ്യോഗിക വീക്ഷണം അനുഭവപരമായ ഒരു വിഭാഗമായി മാവുകയും അതേപോലെ തന്നെ അതിനെ അളക്കാവുന്ന ഒരു വസ്തുവായി കണക്കാക്കും. മെഷറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അളക്കാവുന്ന ഒരു വസ്തുവായി കണക്കാക്കി എല്ലാറ്റിനുപരിയായി നിർവചിക്കാവുന്ന സ്വഭാവ സവിശേഷതകളും ഏതിനുണ്ടായിരുന്നു? ഈ ബുഞ്ചാമന്റെ സർവേക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിലാണ് ഇവിടെ ഈ ഡോക്ടർ ഫ്രാൻസിസ് ബുഞ്ചാമൻ സർവേ നടത്തിയത് എന്ന് നോക്കാം. എൻഡോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം ജാതിയിലോ ഉപജാതിയിലോ ഉള്ള വിവാഹം. മാരേജ് വിത്ത് വൺ കാസ്റ്റ് ആൻഡ് സബ് കാസ്റ്റ്. അപ്പൊ ബുഞ്ചാമൻ 1807 ഒരു സർവേ നടത്തി ജാതിയെ കുറിച്ചിട്ട്. 7 തരത്തിൽ. ഏതൊക്കെ തരത്തിലാണ് സർവേ നടത്തിയത് എന്നാണ് ഇവിടെ പറയുന്നത്. എൻഡോഗമി എന്ന് പറഞ്ഞാൽ മാരേജ് വിത്ത് വൺ കാസ്റ്റ് ആൻഡ് സബ് കാസ്റ്റ്. വിവാഹം ചെയ്യുന്നു എങ്ങനെ? സ്വന്തം ജാതിയിലോ മറ്റു ഉപജാതിയിൽ നിന്നോ വിവാഹം ചെയ്യുന്നതിനെയാണ് എൻഡോഗമി എന്ന് പറയുന്നത്. പിന്നെ കോമൺസാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കോമൺസാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരുമിച്ച് ഭക്ഷണം കഴിക്കരുത്. ഡു നോട്ട് ഈറ്റിംഗ് ടുഗദർ എന്ന് അവിടെ വേണ്ടത്. പിന്നെ ഫിക്സഡ് ഒക്യുപ്പേഷൻ, സ്ഥിരമായ തൊഴില്. കോമൺ റിച്വൽ പ്രാക്ടീസ്, സാധാരണ ആചാര രീതി. ഇപ്പൊ ഇങ്ങനെയാണ് ജാതി വ്യവസ്ഥയെ ബുഞ്ചാമൻ തരംതിരിച്ചത്. എൻഡോഗമി, കോമൺസാലിറ്റി, ഫിക്സഡ് ഒക്യുപ്പേഷൻ, കോമൺ റിച്വൽ പ്രാക്ടീസസ്, പൊതുവായ സാധാരണയായിട്ടുള്ള ആചാര രീതി. ആൻഡ് ദെൻ പിന്നെന്താ അവിടെ പറയുന്നത്? The census exercise created the fixed category of caste from social lived reality for the purpose of British administration. The first census of 1872, ആദ്യത്തെ സെൻസസ് 1872 under Lord Mayo was mainly an exercise where open-ended questions were asked and the categories of religion, caste and race were used. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ബ്രിട്ടീഷ് ഭരണത്തിന് വേണ്ടി സാമൂഹിക ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരു നിശ്ചിത ജാതി വിഭാഗം സൃഷ്ടിച്ചു. ഫിക്സഡ് കാസ്റ്റ്. The census exercise created fixed category of caste. ഒരു കാസ്റ്റിനെ ഒരു ഫിക്സഡ് കാറ്റഗറി ആയിട്ട് തിരിച്ചു. എന്തിന്? സോഷ്യൽ ലിവിഡ് റിയാലിറ്റി ഫോർ പർപ്പസ് ഓഫ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷന് വേണ്ടി സാമൂഹിക ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് കാസ്റ്റിനെ എങ്ങനെ തിരിച്ചു എന്നാ പറയുന്നത്? നിശ്ചിത ജാതി വിഭാഗം, ഫിക്സഡ് കാറ്റഗറി ഓഫ് കാസ്റ്റ്. ഫിക്സഡ് കാറ്റഗറി ഓഫ് കാസ്റ്റ് പറഞ്ഞാൽ എന്താ? നിശ്ചിത ജാതി വിഭാഗമായി സൃഷ്ടിച്ചു. പിന്നെ എന്താ അവിടെ പറയണത്? ഫസ്റ്റ് സെൻസസ് ഓഫ് 1872, 1872 ലോർഡ് മേയോ വാസ് മെയിൻലി ആൻ എക്സസൈസ് വേർ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ വേർ ആസ്ക്ഡ്. 1872 ലോർഡ് മോയോയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സെൻസസ് പ്രധാനമായും തുറന്ന ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു. ആദ്യത്തെ സെൻസസ് ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? ലോർഡ് മേയോ. ദ ഫസ്റ്റ് സെൻസസ് ഓഫ് അണ്ടർ ലോർഡ് മേയോ മെയിൻലി എക്സസൈസ് വേർ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. തുറന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സെൻസസ് ആയിരുന്നു 1872 ലോർഡ് മേയോയുടെ നേതൃത്വത്തിൽ. ആൻഡ് ദ കാറ്റഗറി ഓഫ് റിലീജിയൻ, കാസ്റ്റ് ആൻഡ് റേസ് വേർ യൂസ്ഡ്. മാത്രല്ല മതം, ജാതി, വംശം എന്നിവയുടെ വിഭാഗങ്ങൾ ഉപയോഗിച്ച ഒരു കാറ്റഗറി ആയിരുന്നു ആ സെൻസസ്. മതം ഏതാ?
ജാതി ഏതാ, വംശമേതാ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻസസ് ആയിരുന്നു 1872 ലോർഡ് മോയോയുടെ നേതൃത്വത്തിൽ നടന്ന സെൻസസ്. പിന്നെ എന്താ അവിടെ പറയണത്? The most famous classification is H.H. Risley, in which they reduced the 2000 odd caste with the help of census data had found 7 type. 7 ഭാഗങ്ങളായിട്ടാണ് H.H. Risley. The most famous classification is H.H. Risley, in which reduced 2000 odd caste with the help of census data had found 7 type. 7 ടൈപ്പുകളായിട്ടാണ് H.H. റിസ്ലി എന്തിനെ തരംതിരിച്ചത്? ഈ കാസ്റ്റിനെ തരംതിരിച്ചത്. ഏതൊക്കെയായിട്ടാണ് തരംതിരിച്ചത്? ട്രൈബൽ ആയിട്ട്, പിന്നെ ഫങ്ഷണൽ ആയിട്ട്, ട്രൈബൽ ഗോത്രവർഗക്കാരായ ട്രൈബൽ എന്ന് പറഞ്ഞാൽ ആദിവാസികളായിട്ട്, ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ ജോലി സംബന്ധമായിട്ട്, സെക്ടേറിയൻ എന്ന് പറഞ്ഞാൽ വർഗം, സെക്ടേറിയൻ മീൻസ് വർഗമായിട്ട്, പിന്നെ കാസ്റ്റ് ഫോംഡ് ബൈ ക്രോസിംഗിലൂടെ രൂപപ്പെട്ട ജാതികൾ, കാസ്റ്റ് ഫോംഡ് ബൈ കാസ്റ്റ് ഫോംഡ് ബൈ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ 2 ജാതികൾ തമ്മിൽ വിവാഹം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഭാഗത്തെയാണ് കാസ്റ്റ് ഫോംഡ് ബൈ ക്രോസിംഗ്. നാഷണൽ കാസ്റ്റ്, ദേശീയ ജാതികൾ, കാസ്റ്റ് ഫോംഡ് ബൈ മൈഗ്രേഷൻ, അതേപോലെ തന്നെ കുടിയേറ്റത്തിലൂടെ രൂപപ്പെട്ട ജാതികൾ, കാസ്റ്റ് ഫോംഡ് ബൈ ചേഞ്ചിങ് കസ്റ്റം, ആചാരങ്ങളിലൂടെ മാറ്റി രൂപപ്പെട്ട ജാതികൾ. അപ്പോ ഏകദേശം 7 രീതിയുടെ അടിസ്ഥാനത്തിലാണ് റിസ്റ്റി ജാതി വിഭാഗത്തെ ക്ലാസിഫിക്കേഷൻ ചെയ്തത്. ഏതൊക്കെ കാര്യങ്ങളാ? ട്രൈബലിന്റെ അടിസ്ഥാനത്തിലെ, ഫങ്ഷനിന്റെ അടിസ്ഥാനത്തിലെ, സെക്ടേറിയൻ വർഗത്തിന്റെ അടിസ്ഥാനത്തിലെ, കാസ്റ്റ് ഫോംഡ് ബൈ ക്രോസിംഗ്, അതായത് ജാതി ക്രോസിംഗിലൂടെ രൂപപ്പെട്ട ജാതിയുടെ അടിസ്ഥാനത്തിലെ, നാഷണൽ കാസ്റ്റ് ദേശീയ ജാതികളുടെ അടിസ്ഥാനത്തിലെ, കാസ്റ്റ് ഫോംഡ് ബൈ മൈഗ്രേഷൻ കുടിയേറ്റത്തിൽ രൂപപ്പെട്ട ജാതിയുടെ അടിസ്ഥാനം, കാസ്റ്റ് ഫോംഡ് ബൈ ചേഞ്ചിങ് കസ്റ്റം ആചാരങ്ങളിലൂടെ മാറ്റിമറിയപ്പെട്ട ജാതികൾ. ഇങ്ങനെയാണ് ഈ സെൻസസ് നടന്നപ്പോൾ ആ ജാതിയെ തരംതിരിക്കാൻ വേണ്ടി ഈ സെൻസസിന് ഇത്രയും കാര്യങ്ങളാണ് അടിസ്ഥാനപ്പെടുത്തിയിരുന്നത്. അപ്പോൾ സെൻസസ് ആൻഡ് സർവേ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വേണ്ടതായിട്ട് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ടീച്ചർ എഴുതിയ കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. സെൻസസ് ആൻഡ് സർവേ എന്നൊരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുമ്പോൾ അപ്പോൾ ഇത് നന്നായിട്ട് ക്ലിയർ ആയിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് യൂണിറ്റിൽ വരുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ്. ലാസ്റ്റ് 2 ടോപ്പിക് ഉണ്ട് സെക്കൻഡ് യൂണിറ്റിൽ. വില്ലേജ് ആൻഡ് സിറ്റീസ്, അതേപോലെ തന്നെ ഇന്ത്യൻ സിറ്റീസ് പെർഫോംഡ് 4 മേജർ ഫങ്ഷൻ. അപ്പോൾ കൊളോണിയൽ ഡിസ്കോഴ്സ് എന്ന യൂണിറ്റിൽ നമ്മൾക്ക് 2 പ്രധാന ടോപ്പിക്കുകളും കൂടി വ്യക്തമാക്കാനുണ്ട്, അനലൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ വില്ലേജും സിറ്റീസും എന്താ എന്ന് നമുക്ക് നോക്കാം. വില്ലേജ് എന്ന് പറയുമ്പോൾ ഗ്രാമങ്ങൾ, സിറ്റീസ് എന്ന് പറയുമ്പോൾ നഗരങ്ങൾ. എന്തൊക്കെ കാര്യങ്ങളാണ് വില്ലേജിലും സിറ്റീസിലും ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. Other than caste, the administrative idea of India was based on category of village. The perspective developed and forward was that India was primarily composed of village. അതായത് അതർ ദാൻ കാസ്റ്റിന് പുറമേ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആശയം, ഭരണപരമായ ആശയം, ഗ്രാമം എന്ന വിഭാഗത്തെ, വില്ലേജ് എന്ന കാറ്റഗറിയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അപ്പൊ കാസ്റ്റിന് പുറമേ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആശയം ഗ്രാമം എന്ന വിഭാഗത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അതർ ദാൻ കാസ്റ്റ്, ദ അഡ്മിനിസ്ട്രേറ്റീവ് ഐഡിയ ഓഫ് ഇന്ത്യ was based on category of village. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ജാതിക്ക് പുറമേ ഇന്ത്യയുടെ ഭരണപരമായിട്ടുള്ള ആശയം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? ഗ്രാമത്തിന് അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ജാതിക്ക് പുറമേ ഇന്ത്യയുടെ ഭരണപരമായ ആശയം
ഗ്രാമം എന്ന വിഭാഗത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ആൻഡ് ദെൻ ദ പെർസ്പെക്റ്റീവ് ഡെവലപ്പ് and forwarded was that idea was primarily composed of village. ഇന്ത്യ പ്രധാനമായും ഗ്രാമങ്ങൾ ചേർന്നതാണെന്ന കാഴ്ചപ്പാട് വികസിച്ചതും മുന്നോട്ട് വെച്ചതും ആയിരുന്നു. ഒന്നുകൂടി വ്യക്തമാക്കി തരാം. The perspective developed and forwarded was that India was primarily composed of village. ഇന്ത്യ പ്രധാനമായും ഗ്രാമങ്ങൾ ചേർന്നതാണെന്ന കാഴ്ചപ്പാട് വികസിപ്പിച്ചതും മുന്നോട്ട് വെച്ചതുമായിരുന്നു. ഇന്ത്യ പ്രധാനമായിട്ടും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കാലത്ത് വെറും ഗ്രാമ സമൂഹങ്ങളായിരുന്നു. ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന 75% ജനങ്ങളും അഗ്രികൾച്ചറിനെ ആശ്രയിച്ചിട്ടാണ് ഉപജീവനം കണ്ടെത്തിയിരുന്നത്. ഇന്ത്യയുടെ മെയിൻ ആയിട്ടുള്ള ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, കാർഷിക മേഖലയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് പൂർണ്ണമായും ഗ്രാമങ്ങൾ മാത്രം നിറഞ്ഞതായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ പ്രധാനമായും ഗ്രാമങ്ങൾ ചേർന്നതാണെന്ന കാഴ്ചപ്പാട് വികസിച്ചതും മുന്നോട്ട് വെച്ചതും ഗ്രാമങ്ങൾക്ക് പ്രാധാന്യം നൽകിയത് എന്ന് പറയാനുള്ള കാരണം. ഇന്ത്യ പ്രധാനമായും ഗ്രാമങ്ങൾ ചേർന്നതാണെന്ന കാഴ്ചപ്പാട് വികസിച്ചതും മുന്നോട്ട് വെച്ചതും എന്ന് പറയാനുള്ള കാരണം. അടുത്തതായിട്ട് പറയാണ്, ചാൾസ് മെറ്റെ ക്ലേഫ് described Indians as living in village communities which are little republic having nearly everything they bend within themselves and almost independent of any foreign relation. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ചാൾസ് മെറ്റേക്കാഫ് വിശേഷിപ്പിച്ചത് ചെറിയ റിപ്പബ്ലിക്കുകളെയാണ്. ഇന്ത്യയെ ചെറിയ റിപ്പബ്ലിക് പറഞ്ഞാൽ ചെറിയ ഇന്ത്യനെ ഒരു കാലഘട്ടത്തിൽ ചെറിയ കോളനികളാക്കി തിരിച്ചിരുന്നു. അതാണ് സ്മാൾ റിപ്പബ്ലിക് എന്നുകൊണ്ട്, ലിറ്റിൽ റിപ്പബ്ലിക് അഥവാ സ്മാൾ റിപ്പബ്ലിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെറിയ ഗ്രാമ സമൂഹങ്ങളായി തരംതിരിച്ചിരുന്നു, ഗ്രാമീണ കോളനികളായി തരംതിരിച്ചിരുന്നു. അതാണ് ലിറ്റിൽ റിപ്പബ്ലിക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചാൾസ് മെറ്റേക്കാഫ് വിശേഷിപ്പിച്ചത് ലിറ്റിൽ റിപ്പബ്ലിക്കുകളാണ്. അവർക്ക് വേണ്ടതെല്ലാം അവരിൽ തന്നെയുണ്ട്, കൂടാതെ ഏതെങ്കിലും വിദേശ ബന്ധങ്ങളിൽ നിന്ന് ഏതാണ്ട് സ്വതന്ത്രവുമാണ്. മാത്രമല്ല ഫോറിൻ റിലേഷനിൽ നിന്നും ഇന്ത്യ ഏതാണ്ട് എങ്ങനെയാണ് എന്നാ പറയുന്നത്? സ്വതന്ത്രവുമാണ്. ഇത് അഭിപ്രായപ്പെട്ടത് കോണാട്ടോ. അതെ, എന്ന് 1971. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ചാൾസ് മെറ്റേക്കാഫ് പറഞ്ഞിരുന്നു എന്നാണ് കോൺ പറയുന്നത്. എന്താ ചാൾസ് മെറ്റേക്കാഫ് പറഞ്ഞത്? ചാൾസ് മെറ്റേക്കാഫ് ഇന്ത്യയെ വിശേഷിപ്പിച്ചു. ഇന്ത്യ എന്ന ഈ മഹാരാജ്യം ചെറിയ റിപ്പബ്ലിക്കുകൾ അഥവാ ചെറിയ കോളനികളായിട്ട് നിലകൊള്ളുകയാണെന്നും ഈ കോളനികൾക്ക് വേണ്ടതെല്ലാം ഇവിടെ തന്നെ, ഈ കോളനികൾക്ക് ജീവിക്കാൻ വേണ്ട വിഭവങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടെന്നും മാത്രല്ല ഏതാണ്ട് എല്ലാ വിദേശ ബന്ധങ്ങളിൽ നിന്നും ഏകദേശം ഒരു കാലഘട്ടത്തിൽ സ്വതന്ത്രവുമാണ്. 1971 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 1947 കൂടിയാണ് നമ്മൾ സ്വതന്ത്രരായത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു കാലഘട്ടത്തില്, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാർ പല കോളനികളാക്കി തരംതിരിച്ചിരുന്നു. അതുകൊണ്ട് ചാൾസ് മെറ്റേക്കാഫ് അഭിപ്രായപ്പെടുകയാണ്, ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ? ഇന്ത്യ ഒരു ചെറിയ റിപ്പബ്ലിക്കുകളാണ്, അവർക്ക് വേണ്ടതെല്ലാം അവരിൽ തന്നെ ഉണ്ട്, മാത്രമല്ല ഏതാണ്ട് വിദേശ ബന്ധങ്ങളിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രവുമാണ്. ആൻഡ് ദെൻ പിന്നെന്താണ് പറയുന്നത്? The village therefore come to be seen as self-sufficient units both economically and politically. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളെ സാമ്പത്തികമായും രാഷ്ട്രീയമായും സ്വയം പര്യാപ്തമായ യൂണിറ്റുകളായി കാണാൻ തുടങ്ങി. ഗ്രാമങ്ങളെ എങ്ങനെ കാണാൻ തുടങ്ങി? എക്കണോമിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടുമുള്ള സെൽഫ് സഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം പര്യാപ്തം. അപ്പൊ ഗ്രാമങ്ങളെ
എക്കണോമിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടുമുള്ള സ്വയം പര്യാപ്തമായ യൂണിറ്റുകളായിട്ട് കാണാൻ ശ്രമിച്ചു. അപ്പം അതിനാൽ ഗ്രാമങ്ങളെ എങ്ങനെ കാണാൻ ശ്രമിച്ചു എന്നാ പറയുന്നത്? സാമ്പത്തികമായും രാഷ്ട്രീയപരമായിട്ടുള്ള സ്വയം പര്യാപ്തമായ ഒരു യൂണിറ്റുകളായിട്ട് ഗ്രാമങ്ങളെ കാണാൻ ശ്രമിച്ചു. The village therefore come to be seen as self-sufficient unit both economically and politically. വില്ലേജുകളെ എങ്ങനെ കാണാൻ ശ്രമിച്ചു? സാമ്പത്തികമായും രാഷ്ട്രീയമായിട്ടും സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് കാണാൻ ശ്രമിച്ചു. 3 intellectual cultural stand can be found in the making of this myth and its perpetuation. പിന്നെന്താ അവിടെ പറയുന്നത്? മിത്തിന്റെ നിർമ്മാണത്തിലും അതിൻ്റെ 3 ഭൗതിക സാംസ്കാരിക ധാരകൾ കാണാം. മിത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഷ്യോളജിസ്റ്റാണ്. മിത്തിന്റെ നിർമ്മാണത്തിൽ എന്തു കാണാം? 3 ഇന്റലക്ച്വൽ കൾച്ചറൽ സ്റ്റാൻഡ്. അപ്പോ മിത്തിന്റെ നിർമ്മാണത്തിൽ ഇവിടെ 3 സാംസ്കാരിക ധാരകൾ കാണാം. അതിൽ ഫസ്റ്റ് ഏതാ എന്ന് നോക്കാം. മിത്ത് എന്ന് പറയുന്നത് ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. ആ മിത്തിന്റെ നിർമ്മാണത്തിൽ ഇവിടെ 3 സാംസ്കാരികമായിട്ടുള്ള ധാരകൾ കാണാം, അഥവാ സാംസ്കാരികമായിട്ടുള്ള ചിന്താധാരകൾ കാണാം എന്നാണ് മിത്ത് അഭിപ്രായപ്പെടുന്നത്. അതിലെ ഫസ്റ്റ് ആണ്, the first is the romantic, second is the idealistic and third is evolutionary. ഇപ്പൊ മിത്തിന്റെ കാഴ്ചപ്പാടിൽ 3 കൾച്ചറുകൾ കാണാം. ഏതൊക്കെയാണ്? റൊമാൻറ്റിക്, അതായത് ആദ്യത്തേത് എങ്ങനെയാണ് എന്നാ പറയുന്നത്? ആദ്യത്തേത് എങ്ങനെയായിരിക്കാം? റൊമാൻറ്റിക് ആണ്, പിന്നെ ഐഡിയലിസ്റ്റിക് ആണ്, പിന്നെ എവല്യൂഷണറി ആണ്. അതേപോലെ തന്നെ അപ്പോൾ ദ ഫസ്റ്റ് ഈസ് ദ റൊമാൻറ്റിക്, ഐഡിയലിസ്റ്റിക് ആൻഡ് എവല്യൂഷണറി മിത്ത് ഓഫ് ദ ബ്രിട്ടീഷ് പാസ്റ്റ് countryside and gentry surrounded by happy peasants. മാത്രല്ല സന്തുഷ്ടരായ കർഷകരാൽ ചുറ്റപ്പെട്ട ഒരു കുലീന ജനത എന്ന ബ്രിട്ടീഷ് ഭൂതകാല ഗ്രാമപ്രദേശത്തിന്റെ റൊമാൻറ്റിക്കായും ആദർശപരമായും പരിണാമപരവുമായുമാണ് മിത്ത് ഈ കൾച്ചറിനെ തരംതിരിച്ചത്. അപ്പൊ കൾച്ചറിനെ മിത്ത് തരംതിരിച്ചത് എങ്ങനെയാണ്? അതായത് കർഷകരാൽ ചുറ്റപ്പെട്ട കുലീനമായ ജനത എന്ന് ബ്രിട്ടീഷ് ഭൂതകാല പ്രദേശമാണ് നമ്മുടെ ഇന്ത്യ. ഇപ്പൊ ബ്രിട്ടീഷ് ഭൂതകാല പ്രദേശത്തിലെ കർഷകരുടെ എന്തൊക്കെ കാര്യങ്ങളെ ആയിട്ടാ തരംതിരിച്ചത്? റൊമാൻറ്റിക്, ഐഡിയലിസ്റ്റിക്, എവല്യൂഷണറി. റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ പ്രണയപരമായിട്ടും, ഐഡിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആദർശപരമായിട്ടും, എവല്യൂഷണറി പറഞ്ഞാൽ പരിണാമപരവുമായിട്ടുമാണ് ഇന്ത്യൻ സമൂഹത്തെ മിത്ത് 3 തരംതിരിച്ചത്. അപ്പൊ മിത്ത് ഇന്ത്യൻ സമൂഹത്തിന്റെ സംസ്കാരത്തെ 3 രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത്: റൊമാൻറ്റിക്, ഐഡിയലിസ്റ്റിക്, എവല്യൂഷണറി. ഇത്രയും കാര്യങ്ങളാണ് വില്ലേജ് ആൻഡ് സിറ്റീസ് എന്നതുകൊണ്ട് ഇവിടെ വ്യക്തമാക്കുന്നത്. അടുത്ത ടോപ്പിക്കാണ് ഇന്ത്യൻ സിറ്റീസ് പെർഫോംഡ് 4 മേജർ ഫങ്ഷൻ. ഇന്ത്യൻ സിറ്റി പെർഫോംഡ് 4 മേജർ ഫങ്ഷൻ. ഇന്ത്യൻ സിറ്റികളില് 4 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? എക്കണോമിക്, മിലിറ്ററി, പൊളിറ്റിക്കൽ, റിലീജിയസ്. ഇന്ത്യൻ സിറ്റികളിൽ 4 പ്രധാനപ്പെട്ട ഫങ്ഷനുകളാണുള്ളത്. ഏതൊക്കെയാണത്? എക്കണോമിക്. Economics as a center for marketing, trade, commerce and craft production. Economics എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ വരിക? മാർക്കറ്റിംഗ്, ട്രേഡ്, കൊമേഴ്സ്, ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനെയാണ് ഇന്ത്യൻ സിറ്റികളിലെ ഫസ്റ്റ് പെർഫോമൻസ് ആയിട്ടുള്ള എക്കണോമിക്. ഈ മിലിറ്ററി എന്ന് പറയുമ്പോൾ അതിലെന്താ വരിക? ഫ്രീക്വന്റ്ലി ആസ് മിലിറ്ററി സെന്റേഴ്സ് വിത്ത് ഫോറസ്റ്റ് ഓർ walled areas for defense purposes. മിലിറ്ററി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രതിരോധ ആവശ്യങ്ങൾക്കായി കോട്ടകളോ മതിലുകളോ പ്രദേശങ്ങളോ ഉള്ള സൈനിക കേന്ദ്രങ്ങളായി പലപ്പോഴും നമ്മൾ ഏതിനെ ഉപയോഗിക്കാം? സൈന്യത്തെ ഉപയോഗിക്കാം. അപ്പൊ പ്രതിരോധം അഥവാ മിലിറ്ററി എന്ന് പറയുമ്പോൾ അതെന്താണ്?
പ്രതിരോധ ആവശ്യങ്ങൾക്കായി കോട്ടകളോ പ്രതിരോധ ആവശ്യങ്ങൾക്കായിട്ട് എന്തൊക്കെ നമ്മൾ നിർമ്മിക്കാം? കോട്ടകൾ നിർമ്മിക്കാം. അതേപോലെ തന്നെ പിന്നെന്താ നിർമ്മിക്കുക? മതിലുകളുള്ള പ്രദേശങ്ങളോ സൈനിക കേന്ദ്രങ്ങളോ ആയി പലപ്പോഴും നമ്മൾ സൈന്യത്തെ ഉപയോഗിക്കാം. അതാണ് മിലിറ്ററി. ആൻഡ് പൊളിറ്റിക്കൽ സെന്റേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ ലൈഫ്. രാഷ്ട്രീയ ജീവിതത്തിന്റെ കേന്ദ്രങ്ങളാണ് ഏത്? രാഷ്ട്രീയം. അടുത്തതാണ് റിലീജിയസ്. സേക്രഡ് സെന്റേഴ്സ് വിത്ത് റിച്വൽ സ്പെഷ്യലിസ്റ്റ് സ്കോളേഴ്സ് ആൻഡ് ഡിവോട്ടീവ്സ്. സ്കോളേഴ്സ് ആൻഡ് ഡിവോട്ടീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മതപരം എന്ന് പറയുമ്പോൾ ആചാര വിദഗ്ധർ, പണ്ഡിതന്മാർ. ഇവിടെ ശ്രദ്ധിക്കൂ, സേക്രഡ് സെന്റേഴ്സ്. സേക്രഡ് പറഞ്ഞാല് ആചാര വിദഗ്ധരുണ്ടായിരിക്കാം. റിച്വൽ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞാല് പണ്ഡിതന്മാരുണ്ടായിരിക്കാം. പിന്നെ സ്കോളേഴ്സ് പറഞ്ഞാല് ചിന്താധാരകൾ നിലനിൽക്കുന്ന ആളുകൾ, ചിന്തകരുണ്ടായിരിക്കാം. ഇവയൊക്കെ അടങ്ങുന്നതാണ് എന്ത്? റിലീജിയസ്. സേക്രഡ് സെന്റേഴ്സും റിച്വൽ സ്പെഷ്യാലിറ്റീസും സ്കോളേഴ്സും അടങ്ങുന്നതാണ് ഏത്? റിലീജിയസ്. അപ്പൊ ഒരു ഇന്ത്യൻ സിറ്റിയെ 4 ഘടകങ്ങളാണ് ഇന്ത്യൻ സിറ്റിയിൽ ഉണ്ടാവുക. ഏതൊക്കെയാണ്? എക്കണോമിക് ഉണ്ട്, മിലിറ്ററി ഉണ്ട്, പൊളിറ്റിക്കൽ ഉണ്ട്, റിലീജിയസ് ഉണ്ട്. എക്കണോമിക് ആയിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടും? മാർക്കറ്റിംഗ് വരും, ട്രേഡ് വരും, കൊമേഴ്സ് ആൻഡ് ക്രാഫ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരും. ഇത്രയും കാര്യങ്ങളാണ് എക്കണോമിക്. മിലിറ്ററി ആയിരിക്കുമ്പോൾ എന്തൊക്കെയാ വരിക? ഡിഫൻസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഏത് വരിക? മിലിറ്ററി. പൊളിറ്റിക്കൽ ആയിരിക്കുമ്പോൾ പൊളിറ്റിക്കൽ ലൈഫ് എന്നാ പറയുന്നത്. പൊളിറ്റിക്കൽ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പൊളിറ്റിക്കൽ. റിലീജിയസ് ആയിരിക്കുമ്പോൾ എന്തൊക്കെ വരും? സേക്രഡ് സെന്റേഴ്സ് വരും, റിച്വൽ സ്പെഷ്യലിസ്റ്റ് വരും, സ്കോളേഴ്സ് വരും. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഏത്? റിലീജിയസ്. അപ്പോൾ നമ്മളുടെ സോഷ്യോളജി ഓഫ് ഇന്ത്യയുടെ 2nd യൂണിറ്റിലെ ടോപ്പിക്കുകളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാ ടോപ്പിക്കും നന്നായി മനസ്സിലാക്കുക, ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക. ഓക്കെ.